ഇന്നൊരു സ്നാക്കാണ് പൊട്ടറ്റോ ടിക്ക. അതിനാവശ്യമുള്ള സാധനങ്ങൾ 3 പൊട്ടറ്റോ പുഴുങ്ങി വെച്ചതാണ്, മീഡിയം സൈസ് പൊട്ടറ്റോ ആണ്. പിന്നെ അതിലേക്കിടാൻ കുറച്ച് മല്ലിയില, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, കുറച്ച് മുളക് ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, അരിപ്പൊടി. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പച്ചമുളക്, മല്ലിയില, ഉപ്പ്, ചില്ലി ഫ്ലേക്സ് എരിവ് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ചിലർക്ക് സ്പൈസി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം, അല്ലാത്തവർ വലിയ ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ അരിപ്പൊടി ഇടുക. അരിപ്പൊടി ഞാനൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അരിപ്പൊടി നമുക്ക് എത്ര ആവശ്യമുണ്ടോയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇത് ഇങ്ങനെ ഒട്ടി കൈ പിടിക്കാതെ ഇങ്ങനെ ആയിരുന്ന രീതിയിൽ ആവുന്നത് വരെ നമുക്ക് അരിപ്പൊടി വേണം. അപ്പം കുറച്ച് അരിപ്പൊടി ഇടുകയാണ്. നന്നായി കുഴക്കുക. നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. കയ്യിൽ ഒട്ടുന്നില്ല. അപ്പോൾ ഒത്തിരിയും കൂടി അരിപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാൻ. ഉപ്പൊക്കെ നോക്കി പാകത്തിനുണ്ട്, എരിവ് ഉണ്ടാവും. നല്ല സ്പൈസി വേണമെന്നുള്ളവർ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ഇടാൻ കേട്ടോ, കുറച്ച് കളർഫുള്ളും കൂടി ആവും. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി ചെറുനാരങ്ങേൻ്റെ നീര് കുറച്ച് ഓപ്ഷനാണ്, ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ച് എല്ലാ ഭാഗത്തുമായി. ഇനി അത് ഉരുട്ടി ഇതുപോലെ പരത്തി ഇങ്ങനെ വെക്കുകയാണ്. അതിപ്പോൾ ഇങ്ങനെ കുഴച്ച് ഇതുപോലെ അങ്ങ് ആക്കി വെക്കുക തന്നെയാണ്. ഇതിൽ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി എണ്ണയോ വെള്ളമോ എന്തെങ്കിലും ആക്കി വെച്ചിട്ട് ഇതുപോലെ പരത്തി വെക്കുക. വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, അതല്ലെങ്കിൽ പുറത്ത് വെച്ച ശേഷം കുക്ക് ചെയ്യുമ്പോൾ എടുത്താൽ മതി പുറത്തേക്ക്. പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായോ എന്ന് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് അതിലേക്കിടാം. ഇത് വറുത്ത് പോരാ, ചെറിയ തീയിൽ വെച്ചാൽ മതി, എല്ലാം ആവണം. നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. ചുവന്ന് വന്നിട്ടുണ്ട്. എല്ലാം തിരിച്ചിടാം.
ഉള്ളിൽ വേവണമെങ്കിൽ അതുകൊണ്ടാണ് മെല്ലെ വേവിക്കാൻ പറയുന്നത്. ചെറിയ തീയിൽ എണ്ണ ഇങ്ങനെ തിളച്ച് നന്നായിട്ട് ക്രിസ്പി ആവണം. പെട്ടെന്ന് ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ ഇങ്ങനെ എണ്ണ ഇങ്ങനെ കോരി കോരി മേലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഉള്ളിലൊക്കെ വെന്ത് കിട്ടും. ഏകദേശമായി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ മറിച്ചിട്ട് മറ്റേ ഭാഗം ഒന്നും കൂടെ തിരിച്ചിട്ട് നല്ല എടുക്കാം. കണ്ടോ, നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് അത് മാറ്റാം. നമ്മുടെ പൊട്ടറ്റോ ടിക്ക എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഹിന്ദിയിൽ ആലു ടിക്കി എന്ന് പറയും. ഇത് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും കഴിച്ച് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നന്ദി.